ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലവർക്ക് വിശ്വാസമുള്ളവരുണ്ടായിരിക്കാം, വിശ്വസിക്കുന്നവരും ഉണ്ടായിരിക്കാം കേട്ടോ. പക്ഷെ എങ്കിലും നടന്നു വരുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ വിശ്വാസം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. വേറൊന്നുമല്ല, കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം. ഇതിൽ എത്ര പേര് വിശ്വസിക്കേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നവരുണ്ടായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, എല്ലാവരും മനുഷ്യർ തന്നെയാണ്. പക്ഷെ ചിലവർ നന്നാവുന്നത് കണ്ടു കഴിഞ്ഞാൽ കണ്ണുകടി ഉണ്ടാവുക പറയില്ലേ, അസൂയ കുശുമ്പ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ സംഭവിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തി, നമ്മുടെ ബന്ധു ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരായിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ, നല്ലൊരു വീട് വെച്ചു, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടായി, അല്ലെങ്കിൽ അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ. സന്തോഷമാണ് നമുക്ക്. കാരണം മറ്റൊരാളുടെ ദുഃഖം അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷമം അല്ലെങ്കിൽ ദുരിതങ്ങൾ നമുക്ക് കാണണ്ടല്ലോ അല്ലേ. നമുക്ക് ചിലപ്പോൾ ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ മറ്റൊരാളുടെ വിഷമം കൂടി നമുക്ക് കാണണ്ടല്ലോ. അവർ നന്നായി ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കാത്ത വ്യക്തികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കോഴി തിന്നുന്നത് മറ്റു കോഴിക്ക് കണ്ടുകൂടാന്ന് പറയുന്ന പോലെ, ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്കും ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കാരണം നമ്മൾ ജീവിക്കുകയാണ്, നമ്മളൊരു വീട് വെച്ചു, നമ്മൾക്ക് വീട് പണി തുടങ്ങി, അങ്ങനെ അവിടെ നിന്ന് തുടങ്ങാട്ടോ കാര്യങ്ങൾ. നമുക്ക് വീട് പണി തുടങ്ങി. അപ്പോൾ നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ നമ്മുടെ വീട് പണിയുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മൾ അയൽപ്പക്കക്കാരോ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ നമ്മളോട് നന്നായിട്ട് ചിരിക്കുന്നുണ്ടാവും, നല്ല ചിരിച്ച് സംസാരിക്കും, നമ്മളോട് അപ്പടി നമ്മുടെ നല്ലതിനായിട്ട് പറയുന്ന പോലെ നമ്മളോട് പറയും. അങ്ങനെയൊക്കെ പറയുന്നവരായിരിക്കും കേട്ടോ. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവളിങ്ങനെ നന്നാവുണ്ട് അല്ലെങ്കിൽ ഇവങ്ങനെ നന്നാവുണ്ട്, അവന് വീട് പണി തുടങ്ങി അല്ലെങ്കിൽ അവൾക്ക് വീട് പണി തുടങ്ങി, എന്തിൻ്റെ കുറവാ അവൾക്ക്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ വീടൊക്കെ പണിയുമ്പോൾ നമ്മുടെ വീട് പണി കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ വന്നു കണ്ടുപോയി, നന്നായിട്ടുണ്ട്, നല്ല വീടാണ്, നല്ല പണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതുവരെ ചിലപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പണി പെട്ടെന്ന് അങ്ങോട്ട് പണി നിൽക്കും. അന്നെങ്കിൽ പണിക്കാർ വരാതിരിക്കും, അല്ലെങ്കിൽ കാരണം പറയാതെ പണിക്കാർ എന്നെന്നും വരാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മക്കളുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും ഇതുപോലെ ദൃഷ്ടിദോഷം സംഭവിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജോലി സംബന്ധമായിട്ടും ഒക്കെ ഇങ്ങനെ സംഭവിക്കാം കേട്ടോ. ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക, അല്ലെങ്കിൽ വിദേശത്ത് നല്ലൊരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ജോലിക്ക് ദിവസം ജോലിയുണ്ട്, സാമ്പത്തികമുണ്ട്, അതായത് നല്ല ശമ്പളമൊക്കെ ആയിട്ടുള്ള ജോലിയൊക്കെയാണ്, എന്തിൻ്റെ കുറവാ അവൾക്ക് അല്ലെങ്കിൽ എന്തിൻ്റെ കുറവാ അവന് എന്നുള്ള തോന്നലുണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ ദൃഷ്ടിദോഷം അഥവാ കണ്ണേറ് തട്ടും. അപ്പോൾ ഈ കണ്ണേറ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേറ് ആളെ കൊല്ലും എന്നുള്ളത് പറയും അല്ലേ, ശരിയാണ്. അപ്പോൾ ഈ കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ അറിയോ? നമ്മുടെ വീട്ടിൽ പതിവില്ലാത്ത കലഹങ്ങൾ ഉണ്ടാവുക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീട് പണി ഇടയ്ക്ക് വെച്ചിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ കൂടാതെ നമുക്ക് മാനസികമായി എപ്പോഴും വിഷമങ്ങളും ദുരിതങ്ങളും എന്ന് പറയില്ലേ, അങ്ങനെ സംഭവിക്കുക. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിനൊരു ക്ഷീണം, എപ്പോഴും തളർച്ച, അസുഖങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് എപ്പോഴും തളർച്ച, ക്ഷീണം, മനസ്സിലൊരു അലസത, ഒരു പണിയും ചെയ്യാൻ വയ്യ, വെറുതെ ഇങ്ങനെ ഇരിക്കുക കിടക്കുക, ഒന്നും വയ്യാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ദൃഷ്ടിദോഷം ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കും കേട്ടോ. അപ്പോൾ ഇത് പുച്ഛിക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷേ എത്രയൊക്കെ പുച്ഛിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവനവന് സംഭവിക്കുമ്പോൾ ഓരോരുത്തരും ഇതിലൊക്കെ വിശ്വാസികളായിട്ട് മാറിപ്പോകൂട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം. ഇനി ഇതൊന്നുമല്ല, ചെറിയ കുട്ടികൾ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ കുട്ടികളെ കാണാനായിട്ട് വരും അല്ലേ. അതുപോലെ പ്രസവിച്ച സ്ത്രീകൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റൊരാൾ കാണാൻ പാടില്ല എന്ന് പറയും, കണ്ണ് തട്ടും, അതുകൊണ്ടാണ് പറയും. അതുപോലെ ജനിച്ച കുട്ടീനെ കാണാനായിട്ട് വരുമ്പോൾ നമ്മൾ 28 കഴിഞ്ഞിട്ടൊക്കെയാണ്
ഒഴിഞ്ഞിടും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ എന്തെന്നാണ് അതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും അന്ത്യത്തിരി ഒഴിയാന്ന് പറയും തോന്നുന്നു, അങ്ങനെയൊക്കെ ചെയ്യും തോന്നുന്നു. അപ്പോൾ അന്ത്യത്തിരി ഒഴിയാനായിട്ട് ഒരു പ്ലേറ്റിൽ നമ്മൾ ചുണ്ണാമ്പും മഞ്ഞളും കൂടി കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുവന്ന കളറിൽ ഗുരുതി കലക്കുക എന്ന് പറയും. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് പഴുത്ത പ്ലാവിലെടുക്കും. പഴുത്ത പ്ലാവിലെടുത്തിട്ട് നമ്മൾ തിരികൾക്ക് കണക്കുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും അത്ര അറിയില്ല. പണ്ടുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് ചെയ്യാനായിട്ട് അറിയും. അതുപോലെ പണ്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് നമുക്കും അറിയുള്ളൂ. അപ്പോൾ 12 തിരി 20 തിരി അങ്ങനെയൊക്കെ എടുക്കും തോന്നുന്നു. അങ്ങനെ എടുത്തതിന് ശേഷം ഈ പഴുത്ത പ്ലാവിലയിൽ വെച്ചിട്ട് തിരി കത്തിച്ചിട്ട് നമ്മൾ ഒഴിഞ്ഞതിന് ശേഷം ആ തിരി കുരുതിയിലേക്കിടും. അങ്ങനെ ഈ 12 തിരിയും അങ്ങനെ വെച്ച് ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ വീടിൻ്റെ കിഴക്കോട്ട് ഇറങ്ങിയിട്ട് വടക്കോട്ട് ഇത് ഒഴിച്ച് കളഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി പോന്നിട്ട് വാതിലടച്ചിരിക്കുക എന്നുള്ളതാണ് പറയുക. അപ്പോൾ അന്ത്യത്തിരി ഒഴിയുക. അപ്പോൾ അമ്മമാരേനെ ഒഴിയില്ല, കുട്ടികളേനെ മാത്രമേ ഒഴിയുള്ളൂ. കാരണം അമ്മമാർക്ക് ശുദ്ധമില്ല എന്നാണ് പറയുക. പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പറയാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളേനെ നമ്മൾ ഒഴിയും. അപ്പോൾ ദിവസം ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം ഒഴിഞ്ഞിടണം കേട്ടോ. കാരണം സന്ധ്യ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞിടണം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴിഞ്ഞിടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിറകടുപ്പാവുമ്പോൾ വൈകിട്ട് വരെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചതിന് ശേഷം കനലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കടുകും മുളകും ഉപ്പും കൂടിയിട്ടാണ് ഒഴിഞ്ഞിടുക. ആ കടുകും മുളകും ഉപ്പും കൂടി ഒഴിഞ്ഞിട്ടിട്ട് 21 പ്രാവശ്യം അങ്ങനെ കണക്കുകളുണ്ട്. ചിലർ 3 പ്രാവശ്യം 7 പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലോക്ക് വൈസ് പോലെ അങ്ങനെ ഒഴിഞ്ഞിട്ട് നമ്മൾ ശരീരം മൊത്തം ഒഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കത്തുന്ന തീയിലേക്ക്, അതായത് ഈ കനലിലേക്ക് ഇട്ടിട്ട് 3 പ്രാവശ്യം നമ്മൾ തുപ്പൽ തെറിപ്പിക്കും തോന്നും. അങ്ങനെയാണ് ചെയ്യാട്ടോ. അപ്പോൾ അത് ചെറിയ കുട്ടികളെ ദിവസം ചെയ്യണം എന്നുള്ളതാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നമുക്കൊരു ക്ഷീണം, തളർച്ച, തലവേദന അങ്ങനെയൊക്കെ തോന്നുക വെച്ചാലും മുതിർന്നവർക്കും ഇതുപോലെ ഒഴിഞ്ഞിട്ടുട്ടാ. അപ്പം മുതിർന്നവർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ കടുകും ഉപ്പും മുളകും കടുകും കൂടി ഒഴിഞ്ഞിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം മാറാനും കണ്ണീർ മാറാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അപ്പോൾ പറയും ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഈ വിശ്വാസങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഇങ്ങനെ ദൃഷ്ടിദോഷം അഥവാ കണ്ണീർ തട്ടുന്നത് ഇന്നത്തെ കാലത്തും ഉണ്ട് കേട്ടോ. ഒരു നെഗറ്റീവ് എനർജിയാണ്. അല്ലെങ്കിൽ അസൂയ കൊണ്ടുള്ള കണ്ണുകൊണ്ട് നമ്മളതിനപ്പോൾ ഒരു വ്യക്തി നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ കുളിച്ചാലും ഇല്ലെങ്കിലും മുടിയൊക്കെ അങ്ങനെ കെട്ടിവെച്ചു, ഒരു നെയ്റ്റി അങ്ങനെ എടുത്തിട്ടു, അങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മളെ ഒരു കൂതറ വേഷത്തിലാവും കാണുക അല്ലേ. പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് സാരി കൊടുത്ത് വരുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ ആ കണ്ണോണ്ട് ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞിട്ടൊരു നോട്ടമുണ്ട് ചിലവർക്ക്. അങ്ങനെ ഒഴിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കഴിഞ്ഞു കേട്ടോ. അപ്പം അത് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണീർ അതിൽ കിട്ടി. അപ്പം നമുക്ക് പിന്നെ ആകെ വയ്യ, ഈ സാരി എടുത്തിട്ട് വന്നിട്ടേ ഉണ്ടാവുള്ളൂ, ആകെ വയ്യ തോന്നും. അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കണ്ണീർ കിട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി ആ നോട്ടത്തിലൊക്കെ കിട്ടി. അവരുടെ അല്ലെങ്കിൽ അവർ നോക്കുന്നത് നമ്മൾ കാണില്ല. അവർ നോക്കി അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കൊള്ളാം എന്നുള്ള പോലെ ചിന്തിക്കും. അത് നമ്മളൊക്കെ അറിയണില്ലല്ലോ. പക്ഷേ ഇങ്ങനെ നമ്മളേനെ നോക്കി അസൂയ കൊണ്ടാണ് നോക്കിയിട്ട് ഇത് പറയുന്നതും ഇങ്ങനെ പ്രവർത്തിക്കുന്നതും. ഇങ്ങനെ അസൂയ കൊണ്ട് നോക്കിയിട്ട് ഈ കണ്ണ് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ വ്യക്തി തന്നെ നമ്മളോട് ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയാനായിട്ട് വരുന്നതും നമുക്കറിയണില്ല. ഈ നമ്മളേനെ കണ്ണിട്ട സ്ത്രീയാണ് അല്ലെങ്കിൽ കണ്ണിട്ട പുരുഷനാണ് ഇതെന്ന് നമുക്കറിയണില്ല. നമ്മൾ വിശ്വസിക്കും അവരേനെ ഒന്നെങ്കിൽ ബന്ധുവാവാം, അല്ലെങ്കിൽ സുഹൃത്താവാം, അല്ലെങ്കിൽ അടുത്തുള്ളത് ആരെങ്കിലും ആയിരിക്കാം അല്ലേ. അപ്പോൾ ഈ കണ്ണീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആളെ കൊല്ലും എന്ന് പറഞ്ഞു. അത്രയ്ക്കും ഗംഭീരമാണ് കണ്ണീർ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ കണ്ണീർ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിവാക്കാനുള്ള മാർഗം ഇതാണ്. കണ്ണീർ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കടുകും മുളകും ഉപ്പും ഒഴിഞ്ഞിടുക. പണ്ടുള്ളവർ ചെയ്യുന്ന രീതി ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അടുപ്പിലാണ് കൊണ്ടുപോയി ഇടുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നുകിൽ ഫ്ലാറ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഗ്യാസ് അടുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും ഒരു കടലാസോ എന്തെങ്കിലും കത്തിച്ചതിന് ശേഷം കത്തുന്ന തീയിലേക്ക് വേണം ഇത് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടുകും മുളകും ഉപ്പും ഒഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ, അതായത് ആ മുളക് കരിഞ്ഞിട്ട് ഒരു മണം വരും. ആ മണത്തിൽ നിന്ന് പ്രാധാന്യം, അതായത് കണ്ണ് പറ്റിയുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ അറിയാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ ഇത് പറയുമ്പോൾ സദാനന്ദൻ്റെ സമയം എന്ന് പറഞ്ഞ സിനിമയിൽ തോന്നുന്നുണ്ട്. ദിലീപ് അഭിനയിച്ച ഒരു സിനിമയിൽ ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് കടുകും മുളകൊക്കെ ഒഴിഞ്ഞടുപ്പിലിട്ടിട്ട് ആരെ മുളക് അടുപ്പിലിട്ടെന്ന് അന്വേഷിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ അതൊക്കെ സത്യം തന്നെയാണ്. എന്നാൽ അപ്പോൾ പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണോ എന്ന്. അല്ല, ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ കണ്ണീർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ സാമ്പത്തിക
കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയായിരിക്കാം. അതുപോലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും പിന്നെ പഠനത്തിലെ അലസതയും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ജോലി സംബന്ധമായിട്ടും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലൊരു പൂജാരി പറഞ്ഞതുപോലെ കണ്ണീർ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊന്നും വിചാരിച്ചിട്ടാവില്ല അത്ര. നല്ലൊരു സാരി നമ്മൾ ഉടുത്താൽ മതി, അല്ലെങ്കിൽ പുരുഷനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ന് വെറുതെ മനസ്സോട് ചിന്തിച്ചാൽ മതി ഇത്ര. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാലും ദൃഷ്ടിദോഷം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ആ കണ്ണുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, കണ്ണില്ലാത്തവർക്ക് പിന്നെ അങ്ങനെ ഇല്ല. അതായത് കണ്ണേറ് എന്ന് പറയുന്ന ആ ദോഷം അവരുടെ കണ്ണിനുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ നല്ല വസ്ത്രം ധരിച്ച സമയത്ത് നമ്മളതിനെ ആരെങ്കിലും ഇങ്ങനെ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ഈ കണ്ണീർ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വസ്ത്രം അന്ന് ആദ്യമായിട്ടാണ് ഉടുക്കണത്, അല്ലെങ്കിൽ അന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ധരിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് നമ്മൾക്ക് എവിടെയെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു പുതിയൊരു വസ്ത്രം ധരിച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ വസ്ത്രം പിന്നെ ഒന്നിനും ഉപയോഗിക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ അത് എവിടെയെങ്കിലും ഇട്ട് വലിച്ച് കീറുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആ വസ്ത്രത്തിന് നാശം സംഭവിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ദൃഷ്ടിദോഷത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നതും അല്ലെങ്കിൽ കണ്ണേറ് എന്ന് പറയുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെ പുച്ഛിച്ച് തള്ളാനൊന്നുമില്ല, അങ്ങനെ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ദൃഷ്ടിദോഷം മാറാനായിട്ട് ഈ രീതിയിൽ നമ്മൾ കടുകും മുളകും ഉപ്പും നമ്മൾ ഒഴിഞ്ഞിട്ടാൽ തന്നെ ഒരു മാറ്റം കാണും. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ലല്ലോ അല്ലേ, നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അത് അറിയുള്ളൂ, അല്ലെങ്കിൽ ആരാ എന്താ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ദൃഷ്ടിദോഷം കണ്ണേറ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എത്രയോ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവരത് സ്വയം മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം അവർ പറയും, അയ്യോ ഇതിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷേ കണ്ണ് തട്ടി അല്ലെങ്കിൽ കണ്ണേറ് പറ്റി, എനിക്ക് പിന്നെ എഴുന്നേൽക്കാൻ വയ്യ, എൻ്റെ ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന മാതിരിയാണെന്ന് പറയും. ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭക്ഷണം നന്നായിട്ടുണ്ടും നല്ല സ്വാദുണ്ടെന്നൊക്കെ നമ്മളോട് പറയും. നമ്മൾക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷേ ആ പറയുന്ന വ്യക്തി ഇതുപോലെ ദൃഷ്ടിദോഷം ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ണേറ് എന്ന ആ ഒരു അവരുടെ കണ്ണിന് ആ ഒരു ഇതുള്ളതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഇതുപോലെ അസൂയുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ആ ചിലപ്പോൾ ആ കറി നന്നായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇതിലൊക്കെ വിശ്വാസമുള്ളവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടമാണെങ്കിലും ഇതൊക്കെ വിശ്വാസം തന്നെയാണ്. കാരണം കണ്ണേറ് ആളെ കൊല്ലുന്നു പറയുന്നത് സത്യമാണ്. നമ്മൾക്ക് എന്താ അസുഖം എന്നുള്ളത് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്രയും നമ്മൾ അവശതയിലായി പോകുന്ന സാഹചര്യങ്ങളും പലരും കണ്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് കണ്ണേറ് പറ്റാതിരിക്കാൻ അല്ലെങ്കിൽ കണ്ണ് തട്ടാതിരിക്കാനായിട്ട് കൺമഷി കൊണ്ട് ഇങ്ങനെ കവിളിൽ കുത്തിടും അല്ലേ. അപ്പോൾ മുഖത്ത് എവിടെയെങ്കിലും കറുത്ത കളറുള്ള കുത്തുണ്ടെന്നുണ്ടെങ്കിൽ അധികം കണ്ണ് പറ്റില്ല എന്നുള്ളതാണ് പറയുക. അതുപോലെ മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾ കണ്ണുള്ളതാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ അത് ഫലിക്കും എന്നൊക്കെ ചിലവർക്ക് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തുപ്പിക്കഴിഞ്ഞാൽ അത് പോകുന്ന പറയുന്നത് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ 6 മാസം കഴിഞ്ഞാലാണ് നമ്മൾ കറുത്ത കളറിൽ കൺമഷിയെ കൊണ്ടൊക്കെ ചെയ്യുള്ളൂ. പുറം നാടുകളിലൊക്കെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ കാണാത്ത ഭാഗത്ത്, അതായത് ഈ മുടിയുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കറുത്ത കുത്തിട്ടിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കണ്ണേറ് പറ്റാതിരിക്കാനാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.